ഹായ് ഓൾ. ലൈഫ് ഇൻഷുറൻസ് റീപ്ലേസ്മെൻറ്റ് ഡിക്ലറേഷൻ ഫോം പലർക്കും പരിചിതമായൊരു പേരാണ്. എന്താണ് LIRD ഫോം എന്ന് ചോദിച്ചാൽ, എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസി നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏജൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോമാണ് LIRD എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ക്ലയൻറ്റ് ഈ കാര്യങ്ങളെപ്പറ്റി അവെയർ ആയിരിക്കണം, പോളിസി ചേഞ്ച് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ക്ലയൻറ്റ് അവെയർ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ LIRDയുടെ ഫോം നിങ്ങൾക്ക് അതാത് പ്രൊവിൻഷ്യൽ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ റെഗുലേറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോം കാണാം. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലൈഫ് ഇൻഷുറൻസ് റീപ്ലേസ്മെൻറ്റ് ഡിക്ലറേഷൻ ഫോം എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെയാണ്, എന്താണെന്നുള്ളൊരു ക്ലിയർ പിക്ചർ, അതാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ഒരു പോളിസി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നതെന്നുള്ള ഒരു ക്ലിയർ പിക്ചറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിലാദ്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഡു നോട്ട് ക്യാൻസൽ യുവർ എക്സിസ്റ്റിംഗ് പോളിസി അണ്ടിൽ ദ ന്യൂ പോളിസി ഈസ് ഇൻ ഫോഴ്സ് ആൻഡ് യു ആക്സെപ്റ്റ് ഇറ്റ്. ബിഫോർ യു ക്യാൻസൽ യുവർ ലൈഫ് ഇൻഷുറൻസ് പോളിസി യു ഷുഡ് ഹാവ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. Ask any insurance agent or brokers or an independent person for help if you need it. ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ പുതിയ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ആദ്യം മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ സ്മോക്കിംഗ് സ്റ്റാറ്റസിൽ നിന്ന് നോൺ സ്മോക്കറിലേക്ക് മാറുന്നൊരു സിനാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പുതിയൊരു പോളിസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസി ആദ്യം നിങ്ങൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം ആയിരിക്കരുത് ഒരിക്കലും പുതിയൊരു പോളിസിയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും പുതിയ പോളിസി അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നിലവിൽ നിങ്ങൾക്കുള്ള പോളിസി ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ചെയ്യാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചില സാഹചര്യത്തിൽ ക്ലയൻസിൻ്റെ ചില മെഡിക്കൽ റെക്കോർഡ്സ് മൂലം പുതിയ പോളിസീസ് ഇൻഷുറൻസുകൾ അപ്രൂവ് ആകാനുള്ള ചാൻസ് കുറവാണ്. ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ പ്രസൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതായത് നിലവിൽ നിങ്ങൾക്കുള്ള പോളിസി എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ള ഭാഗമാണ് ആ ക്വസ്റ്റ്യനെയറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ മുഴുവൻ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഏജൻറ്റ് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ഭാഗം അവിടെയുണ്ട്. വൈ ഡു യു വാണ്ട് ടു റീപ്ലേസ് യുവർ പോളിസി? ഈസ് ദ ന്യൂ പോളിസി ബെറ്റർ ഫോർ യു ആൻഡ് ഹൗ? അതായത് എന്തിനാണ് നിങ്ങൾ ഈ പോളിസി റീപ്ലേസ് ചെയ്യുന്നത്, ഈ പുതിയ പോളിസി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് തരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ, ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഏജൻറ്റ് അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഷുഡ് യു ജസ്റ്റ് ബൈ മോർ ഇൻഷുറൻസ് ഓർ ചേഞ്ച് യുവർ പോളിസി? ഹൗ മച്ച് വിൽ ദീസ് ചേഞ്ചസ് കോസ്റ്റ്? അപ്പോയിൻമെൻറ്റുകൾ എടുക്കുന്ന സാഹചര്യത്തിൽ ചില ഏജൻറ്റ്സ് വളരെ കുറഞ്ഞ കവറേജുകൾ ചില ക്ലയൻസിന് കൊടുക്കാറുണ്ട്. അപ്പം പുതുതായിട്ടൊരു പോളിസി എടുക്കേണ്ടതുണ്ടോ അതിൽ, അല്ലെങ്കിൽ കറണ്ട് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന സാഹചര്യം മതിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. When should you cancel your present policy? When is your next annual dividend paid? Will the timing affect your cancellation charge? ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്, നിലവിലുള്ള പോളിസി നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജ്, ചിലപ്പോൾ അതൊരു മണി ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നൊരു സിനാരിയോ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യുക. വിൽ യു പേ മോർ ഇൻകം ടാക്സ് ഇഫ് യു ക്യാൻസൽ യുവർ പ്രസൻറ്റ് പോളിസി? കൂടുതൽ ടാക്സ് കൊടുക്കുന്ന സിനാരിയോ, എംപ്ലോയർ ഫണ്ടഡ് ആയിട്ടുള്ള പോളിസികളിലാണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ വരുന്നത്. പിന്നെ വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ന്യൂ ഇൻഷുറൻസ് പോളിസി. ബേസിക്കലി പഴയ പോളിസിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ് തൊട്ട് മുൻപിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ പുതിയ പോളിസിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ കണ്ടൻറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, questions and advantages. Questions on the advantages and disadvantages of a new insurance policy. Do you understand the type of insurance policy you are buying? Is it a term life, whole life, universal life insurance policy? You should know the difference. എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇൻഷുറൻസ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് പെർമനൻറ്റ് ഇൻഷുറൻസ്, 2 ടേം ഇൻഷുറൻസ്. അപ്പോൾ പെർമനൻറ്റ് ഇൻഷുറൻസിൻ്റെ 2 ടൈപ്പാണ് ഹോൾ ലൈഫും യൂണിവേഴ്സൽ ലൈഫ് എന്ന് പറയുന്നതും. അപ്പോൾ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. ആർ ദർ ടൈംസ് വെൻ ന്യൂ പോളിസി വിൽ നോട്ട് പേ ഓൾ ദ ബെനിഫിറ്റ്സ് ദാറ്റ് യുവർ പ്രസൻറ്റ് പോളിസി ഡസ്? എക്സാമ്പിൾസ് ആർ സൂയിസൈഡ്, ഇൻകോൺടെസ്റ്റബിലിറ്റി പീരിയഡ് ആൻഡ് കോൺട്രാക്ച്വൽ എക്സ്ക്ലൂഷൻസ്. എന്താണെന്ന് ചോദിച്ചാൽ, 2 വർഷമാണ്
യൂഷ്വലി സൂയിസൈഡൽ പീരീഡ്സ് ഉള്ളത്. ഇൻകോണ്ടസ്റ്റബിലിറ്റി പീരീഡ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ ഈ ഒരു പീരീഡ് പുതിയതായിട്ടുള്ള ഡേറ്റ്സിൽ ആപ്ലിക്കബിൾ ആണെന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പിക്ചറാണ് ഇവിടെ ചോദിക്കുന്നത്. വിൽ ദ പോളിസി പേസ് ആസ് മച്ച് ആസ് യുവർ പ്രസൻറ്റ് പോളിസി, എക്സാമ്പിൾ ഡെത്ത് ബെനിഫിറ്റ്, ക്യാഷ് വാല്യൂസ് ആൻഡ് ഡിവിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളൊരു ഇൻഫർമേഷൻ അതിലുണ്ട്. ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഡസ് ദ ന്യൂ പോളിസി ഹാവ് ആൻ എക്സ്ട്രാ ഓർ ഓപ്ഷണൽ ബെനിഫിറ്റ്സ് ആസ് യുവർ പ്രസൻറ്റ് പോളിസി. ബേസിക്കലി രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. ഇനി ആർ ദർ എനി ക്യാൻസലേഷൻ ചാർജസ് ഓൺ ദ പോളിസി, നിലവിലുള്ള പോളിസിക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുന്ന പോളിസിക്കോ എന്തെങ്കിലും സറണ്ടർ ചാർജസ് ഉണ്ടോ, ആ ഒരു ക്വസ്റ്റ്യനാണ്. ബേസിക് പിക്ചർ എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒന്ന് അവെയർ ആക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പോളിസി ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ക്യാൻസലേഷൻ ചാർജസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 10 വർഷത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ ക്യാൻസലേഷൻ ചാർജസ് ഇല്ലാതിരിക്കുന്ന ഒരു സിനാരിയോ ഉള്ളൂ. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, വാട്ട് ഗ്യാരണ്ടീസ് അപ്ലൈസ് ടു യുവർ പ്രസൻറ്റ് ആൻഡ് പ്രപ്പോസ്ഡ് പോളിസീസ്, വിച്ച് പോളിസി ഹാസ് ദ ബെസ്റ്റ് ഗ്യാരണ്ടി. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആണ്. വിൽ എയ്തർ ഓഫ് ദ പോളിസി പ്രീമിയംസ് ഗോസ് അപ്പ്, ഫോർ ഹൗ ലോങ് വിൽ ദിസ് പ്രീമിയം സ്റ്റേസ് ദ സെയിം, ഹൗ മച്ച് വിൽ ദ ഇൻക്രീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സിഗ്നേച്ചർ, ഏജൻറ്റിൻ്റെയും ക്ലയൻറ്റിൻ്റെയും സിഗ്നേച്ചർ തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻറ്റിൽ വേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു പോളിസി റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഇൻഫർമേഷൻസ് എന്താണെന്നും ഈ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്ന എന്താണ് ഇതിലെ കണ്ടൻറ് എന്നുള്ളതും നിങ്ങളൊന്ന് മേക്ക് ഷുവർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കൊച്ച് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.